ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിന്ന് എക്കോസിസ്റ്റത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്കോളജി അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ബയോസ്ഫിയർ എന്താണെന്നും അതിൻ്റെ ഒരു ആവശ്യം, അതിൻ്റെ റിലവൻസ് എന്താണ്, സ്കോപ്പ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ ഇതിനെപ്പറ്റി നമ്മൾ പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട അവയർനെസ്സിൻ്റെ കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്തെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാനൊരു സൂചന തന്നിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ഹൈറാർക്കി ഓഫ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ജീവനുള്ള ഈ ഗോളത്തിലേക്ക് എത്തുന്നത് കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നിട്ടാണ് അല്ലേ. ആദ്യം തന്നെ നമുക്കറിയാം ആറ്റംസ് കൂടിച്ചേർന്ന് മോളിക്യൂൾ കൂടിച്ചേർന്ന് മൈക്രോ മോളിക്യൂളുകളും മാക്രോ മോളിക്യൂളുകളും, അവ കൂടിച്ചേർന്ന സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂസ് കൂടിച്ചേർന്ന ഓർഗനുകൾ കൂടിച്ചേർന്ന ഓർഗൻ സിസ്റ്റംസ് കൂടിച്ചേർന്ന ഓർഗാനിസവും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, ഒരേപോലുള്ള സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം പോപ്പുലേഷൻ എന്നാണ് വിളിക്കുന്നതെന്നും അങ്ങനത്തെ പല പോപ്പുലേഷനുകൾ കൂടിച്ചേരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞു. ആ കമ്മ്യൂണിറ്റിയിലെ എന്ന് പറയുമ്പോൾ എന്താ, അതെല്ലാം ജീവനുള്ള കാര്യങ്ങളാണ്, ബയോട്ടിക് ഫാക്ടറാണ്. ആ കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന എബയോട്ടിക് എൻവയോൺമെൻറ്റോടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ചുമ്മാ ഒരു എക്സാമ്പിളായിട്ട് എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു കുളം, ഒരു എക്കോ സിസ്റ്റമാണ് നമുക്ക് പറയാം അല്ലേ. അവിടെ കുറേ ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട്. ഇപ്പോൾ കുറേ ആൽഗകൾ ഉണ്ടാവാം, അതുപോലെ പല ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ടാവാം, അതുപോലത്തെ ക്രാബോ, അങ്ങനെ പല കൈൻഡ് ഓഫ് പോപ്പുലേഷൻസ് ഉണ്ട്. ആ പോപ്പുലേഷൻസ് കൂടിച്ചേർന്ന കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ അവിടെ കുറേ അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. വാട്ടർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതുപോലെ സോയിൽ, സാൻഡ്, അങ്ങനെ കുറേ അബയോട്ടിക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, എക്കോ സിസ്റ്റം എന്ന് നമ്മൾ ജനറലി പറയുന്നത്. സോ അതിൻ്റെ ബൈ ഡെഫിനിഷനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സയൻറ്റിസ്റ്റുകളും പല ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിൽ ഒന്ന് രണ്ടെണ്ണം നോക്കാം. ജസ്റ്റ് നോക്കുക. എക്കോ സിസ്റ്റം ഈസ് എ കോംപ്ലക്സ് സെൽഫ് സപ്പോർട്ടിംഗ് ഡൈനാമിക് സിസ്റ്റം ഓഫ് മ്യൂച്വലി ഡിപ്പെൻഡിങ് ആൻഡ് റെഗുലറി ഇൻട്രാക്റ്റിംഗ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻറ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് എനർജി ഫ്ലോ ആൻഡ് റെഗുലർ ന്യൂട്രിയൻ സൈക്ലിംഗ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ട് വായിച്ചു നോക്കാം. എക്കോസിസ്റ്റം ഈസ് എ കോംപ്ലക്സ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജായിട്ടും ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ളൊരു കാര്യമാണ് അല്ലേ. കുറേ അധികം ഓർഗനൈസും ഉണ്ട്, അവർ തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. സോ എക്കോസിസ്റ്റം ഈസ് എ കോംപ്ലക്സ് സെൽഫ് സപ്പോർട്ടിംഗ് ഡൈനാമിക് സിസ്റ്റം എന്നാണ് പറഞ്ഞത്. സെൽഫ് സപ്പോർട്ട് ചെയ്യുന്നു. അതിനകത്ത് ജീവജാലങ്ങൾ പരസ്പരം അവരെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഓരോ എക്കോസിസ്റ്റങ്ങളും നിലനിൽക്കുന്നത്. സോ സെൽഫ് സപ്പോർട്ടിംഗ് ഡൈനാമിക് സിസ്റ്റം. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്ന. അല്ല, ഒരു എക്കോസിസ്റ്റം എപ്പോഴും കൺസിസ്റ്റൻ്റ് ഒരേപോലെയാണോ ഇരിക്കാറ്? അല്ല, എക്കോസിസ്റ്റം എപ്പോഴും കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഡൈനാമിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. ഓക്കെ. ഇപ്പോൾ ഒരാൾ പറയാറുണ്ട്, എ മാൻ ക്യാൻറ്റ് ക്രോസ് എ റിവർ ടോയ്സ് എന്ന് പറയും. ഒരാൾക്ക് ഒരു നദി 2 തവണ മുറിച്ച് കിടക്കാൻ കഴിയില്ല എന്ന് പറയും. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു തവണ മുറിച്ച് കടന്ന് രണ്ടാമത് നമ്മൾ വരുമ്പോഴത്തേക്ക് ആ നദിയുടെ ഫുൾ ക്യാരക്ടറേ മാറിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം മുറിച്ച് കിടക്കുമ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവോ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ pH ഒന്നും ആയിരിക്കത്തില്ല രണ്ടാമത് മുറിച്ച് കിടക്കുമ്പോഴത്തേക്കും. സോ ആ സെയിം ക്യാരക്ടറിൽ കൂടെ നമുക്ക് ഒരിക്കൽ കൂടെ പോകാൻ പറ്റത്തില്ല. അതാണ് ഒരു എക്കോസിസ്റ്റവും പറയുന്നത്. അതെപ്പോഴും ഡൈനാമിക്കാണ്, ഓൾവേസ് ചേഞ്ചിങ് ആണ്. എന്നാൽ അതൊരു ഇക്വിലിബ്രിയത്തിലുമാണ്, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ്. ഈ ചേഞ്ചുകൾ ഇങ്ങനെ വരുന്നതും അതിനെ ബാലൻസ് ചെയ്യാൻ മറ്റ് ചില ചേഞ്ചുകൾ അതിൽ തന്നെ ഉണ്ടാവുകയും, അങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് എപ്പോഴും എക്കോസിസ്റ്റംസ് പോകുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ്. അതിലെന്താ ഉള്ളത്? സിസ്റ്റം ഓഫ് മ്യൂച്വലി ഡിപ്പെൻഡിങ്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്ന, ആൻഡ് റെഗുലർലി ഇൻട്രാക്റ്റിംഗ്, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യുന്ന അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻറ്റ് അല്ലേ. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡൈനാമിക് സിസ്റ്റമാണ്. എന്തിൻ്റെ സിസ്റ്റമാണ്? എന്നും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കുറേ കാര്യങ്ങളുടെ ഒരു കോംപ്ലക്സ് ഡൈനാമിക് സിസ്റ്റമാണെന്ന് പറയുന്നത് എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് വേറെ 2 കാര്യങ്ങൾ കൂടെ പറയുന്നു, വിത്ത് കോൺസ്റ്റൻറ്റ് എനർജി ഫ്ലോ ആൻഡ് റെഗുലർ ന്യൂട്രിയൻ സൈക്ലിംഗ്. ഈ 2 പോയിൻറ്റും നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കോൺസ്റ്റൻറ്റ് എനർജി ഫ്ലോ അല്ലേ. നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സെക്കൻഡ് ഇയറൊക്കെ അല്ലേ തെർമോഡൈനാമിക്സിലൊക്കെ, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. എനർജി എപ്പോഴും ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. എനർജി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന് തെർമോഡൈനാമിക്സ് ലോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് എനർജി ഫ്ലോ നടക്കുന്നുണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ് എനർജി സോഴ്സ് എന്താണ്? സൂര്യനാണ്, സൺ
സോളാറാണ്. സോളാർ എനർജിയാണ് നമ്മളെപ്പോഴും ഭൂമിയിലെ ജീവന് കൊടുക്കുന്നത്. സോ ആ ഒരു എനർജി സൂര്യനിൽ നിന്ന് വരുന്നു. എന്താ, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു എനർജി, പുറത്ത് വരുന്നൊരു എനർജീനെ ഭൂമിയിലേക്ക് എന്താ ലൈറ്റ് റേസ് കൊണ്ടുവരുന്നു. അതിനെ അബ്സോർവ് ചെയ്തിട്ട് പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കുന്നു. ആ ഫുഡ് അപ്പോൾ അതിനൊരു എനർജി ഉണ്ട്, അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി വേണ്ട എനർജി ആ ഫുഡിലൂടെ കിട്ടുകയാണ്. ആ ഫുഡ് കൺസ്യൂം ചെയ്യുന്ന മറ്റു ജീവികൾക്കും അതിലൂടെ കിട്ടുന്നു. ആ ജീവിയെ കൺസ്യൂം ചെയ്യുന്ന മറ്റൊരു ജീവിക്ക് കിട്ടുന്നു. അങ്ങനെ സോളാർ എനർജി പ്ലാന്റിൽ കൂടെയും അതിനെ കഴിക്കുന്ന ഹെർബിവോറസിൽ കൂടെയും അതിനെ കഴിക്കുന്ന കാർണിവോറസിൽ കൂടെയും ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും സൈക്ലിക് അല്ല. കാരണം അത് പല രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ ഒരു ഹ്യൂമൻ കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന രീതിയിലേക്ക് എനർജി മാറുകയാണ്. അയാളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിലേക്ക് എനർജി പോവുകയാണ്. ഒരിക്കലും അത് തിരിച്ച് ആ എനർജി സൂര്യനിലേക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ തിരിച്ച് പ്ലാനിലേക്ക് ചെല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല. എനർജി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അനുസരിച്ച് എനർജി മറ്റു ഫോമിലേക്ക് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. സോ അത് നോൺ സൈക്ലിക് ആണ്, പക്ഷേ ആ എനർജി ഫ്ലോ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്ലിക്കായ മറ്റൊരു കാര്യമുണ്ട്, എന്ത്, ന്യൂട്രിയൻ സൈക്ലിംഗ്. നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ് നൈട്രജൻ സൈക്ലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അറ്റ്മോസ്ഫിയറിക് ആയിട്ട് ഇരിക്കുന്ന നൈട്രജൻ അത് N3 ഫോം അല്ല N2 ഫോമിലായിരിക്കും, ട്രിപ്പിൾ ബോണ്ട് ഫോമിലായിരിക്കും. അതെന്താ, നൈട്രൈറ്റുമായിട്ട് മാറുന്നു, പ്ലാന്റ് അബ്സോർവ് ചെയ്യുന്നു. ആൻഡ് പ്ലാന്റ് ഡെഡ് ചെയ്ത് വീണ്ടും അമോണിയൊക്കെ ആയിട്ട് വീണ്ടും അതായിട്ട് മാറുന്നൊരു കണ്ടിന്യൂസ് ഒരു സൈക്ലിക് ആയിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സൈക്ലിക് ആയിട്ടുള്ള ന്യൂട്രിയൻ സൈക്ലിങ്ങും എനർജി ഫ്ലോയും വേണം. ഒരു എക്കോസിസ്റ്റം ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടക്കണം, ന്യൂട്രിയൻ സൈക്ലിങ്ങും നടക്കണം, അതുപോലെ എനർജി ഫ്ലോയും നടക്കണം. പിന്നെ എക്കോസിസ്റ്റം എന്താണെന്നാണ് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരു കൂട്ടത്തിൻ്റെ ആ ഒരു സിസ്റ്റം, ആ കോംപ്ലക്സ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് ജനറലി പറയുന്നത്. ഒക്കെ മനസ്സിലാക്കുക. ഇനി മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സെൽഫ് റെഗുലേറ്റിംഗ് കമ്മ്യൂണിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ്. സെയിം മീനിങ് തന്നെയാണ്. സെൽഫ് റെഗുലേറ്റിംഗ്, അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ അവർ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യുകയും ആ ഒരു രീതിയിലാണ്. ഈ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും ഉണ്ട്, മ്യൂച്വൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ മ്യൂച്വാലിസം, കമൻസാലിസം, പ്രെഡേഷൻ, പാരസൈറ്റിസം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ്, അത് പോപ്പുലേഷൻസ് തമ്മിലല്ല, എബയോട്ടിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റോടും അങ്ങനെ ഒരു ഇൻട്രാക്ഷൻസ് കാണിക്കുന്നു. സോ സെൽഫ് റെഗുലേറ്റിംഗ് കമ്മ്യൂണിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം, പോപ്പുലേഷൻസ് ആൻഡ് സ്പീഷ്യസ് ഇൻറ്റിമേറ്റ്ലി ഇൻട്രാക്ടിങ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദർ ഫിസിയോ കെമിക്കൽ എൻവയോൺമെൻറ്റ്. നമ്മൾ പറഞ്ഞ സിമ്പിളായിട്ട് പറഞ്ഞൊരു കേസേ ഉള്ളൂ. ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള പോപ്പുലേഷനുകൾ അവർ തമ്മിലും അതിന് ചുറ്റുമുള്ള ഫിസിയോ കെമിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു സിസ്റ്റത്തെ, ആ എൻ്റർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുക. അതുപോലെ തന്നെ മറ്റൊരു ഡെഫിനേഷൻ നോക്കുക, ഇറ്റ് ഈസ് എ ബേസിക് എനർജി പ്രോസസ്സിംഗ് ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിൻ്റെ ന്യൂട്രിയൻ സൈക്ലിങ്ങും അതുപോലെ എനർജി ഫ്ലോയും നടക്കുന്ന ഒരു ബേസിക് യൂണിറ്റാണ് എന്ന് പറയുന്നത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. വിത്ത് റെഗുലർ ഇൻട്രാക്ഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ. നമ്മൾ ഈ പറഞ്ഞ പോയിൻ്റ് തന്നെ വേറൊരു വേർഡിൽ പറയുന്നു എന്നുള്ളൂ, ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഡെഫിനിഷനായിട്ട് ചോദിക്കില്ല, എന്നാലും ഡെഫിനിഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ എളുപ്പത്തിന്. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ സ്വന്തം വേർഡ്സിൽ പറയുന്നേക്കാളും ഒരു എക്സാക്ട് ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ മാർക്ക് കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതാണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞത്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ്, അതിനകത്ത് കുറേ അധികം ജീവജാലങ്ങളുടെ പോപ്പുലേഷനുകളുണ്ട്. ഈ പോപ്പുലേഷനുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എബയോട്ടിക് എൻവയോൺമെൻറ്റോടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഫ്ലോയും ന്യൂട്രിയൻ സൈക്ലിങ്ങും നടക്കുന്നു. സിമ്പിളായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി കുറച്ച് എക്കോസിസ്റ്റത്തിൻ്റെ കുറച്ച് പോയിന്റുകൾ പറയുന്നത്, ദ സം ടോട്ടൽ ഓഫ് ഓർഗാനിസം ഓഫ് ആൻ എക്കോസിസ്റ്റം ഈസ് നോൺ ആസ് ബയോട്ട. അതൊക്കെ നിങ്ങൾക്ക് വൺ വേർഡ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒക്കെ ടെക്സ്റ്റ് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ദ സം ടോട്ടൽ ഓഫ് ഓർഗാനിസം ഓഫ് ആൻ എക്കോസിസ്റ്റം ഈസ് നോൺ ആസ് ബയോട്ട. നമ്മളിപ്പോൾ പറഞ്ഞൊരു എക്കോസിസ്റ്റം, ഇപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആയിക്കോട്ടെ, ഒരു പുൽമേട്, അതൊരു എക്കോസിസ്റ്റമാണ്. അതിലുള്ള എല്ലാ ജീവികളും, അതിനകത്ത് ഒരു പുല്ലിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവും, അതുപോലെ പുൽച്ചാടി ഗ്രാസ് ഹോപ്പറിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവാം, ചിലപ്പോൾ എലഫൻസ് വരാം. അങ്ങനെ അതിനകത്ത് എല്ലാ ഒരു പോപ്പുലേഷൻ്റെയും കൂടെ ആകത്തുക, സം ടോട്ടൽ ഓഫ് ഓർഗാനിസംസ്, അതിനെ നമ്മൾ ജനറലി ഒറ്റ വാക്കായിട്ട് പറയുന്നതാണ് ബയോട്ട. ജീവനുള്ള എല്ലാത്തിനെയും കൂടെ കൂടിയിട്ട് പറയുന്ന പേരാണ് ബയോട്ട. ദേ ആർ ഒക്കുപ്പൈഡ് ബൈ ദ ഏരിയ ഒക്കുപ്പൈഡ് ബൈ ദ ബയോട്ട ഈസ് നോൺ ആസ് എ ബയോട്ടോപ്പ്. അപ്പോൾ
ഈ ഓർഗാനിസംസ് എല്ലാം കൂടി ഇരിക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ സ്ഥലം, ആ സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ബയോടോപ്പ്. അപ്പോൾ ബയോടോപ്പിലുള്ള എല്ലാ ഓർഗാനിസത്തെയും കൂടെ എന്ത് പറയുന്നു? ബയോട്ട എന്ന് പറയുന്നു. ഓക്കെ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ബയോട്ട ഈസ് പോപ്പുലേഷൻ. ബയോട്ട എന്ന് പറഞ്ഞാൽ മൊത്തം ഓർഗാനിസം നമ്പറാണ്. അതിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് എന്താ? ഒരു പോപ്പുലേഷനാണ്. ഇപ്പോൾ ഗ്രാസിൻ്റെ മാത്രം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു ബേസിക് യൂണിറ്റാണ് ബയോട്ടയുടെ. ആ ഗ്രാസും ഗ്രാസ് ഹോപ്പേഴ്സും അവിടെയുള്ള ബാക്കി എല്ലാ ഇൻസെക്ട്സും എല്ലാം കൂടെ കൂടി ചേരുന്നതാണ് ബയോട്ട എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി ഇതിൽ ഒരുപാട് അങ്ങ് ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് അങ്ങ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇൻ സം കേസസ് അഡ്ജസൻറ്റ് എക്കോസിസ്റ്റം, ഇതൊരു നല്ല പോയിൻ്റാണ്, പല പരീക്ഷയ്ക്കും ചോദിക്കുന്നൊരു കാര്യമാണിത്. കേൾക്കുക, ഇൻ സം കേസസ് അഡ്ജസൻറ്റ് എക്കോസിസ്റ്റം ഓവർലാപ്പ് ഓർ മെർജ് ടുഗദർ ഇൻ എ നാരോ സോൺ ഇൻ ബിറ്റ്വീൻ ദം. സച്ച് നാരോ സോൺ ആർ കോൾഡ് എക്കോട്ടോൺ. എക്കോട്ടോൺ എന്താണെന്ന് പല പല ഹയർ ആയിട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കും പിന്നെ നെറ്റിന് വരെയും ചോദിക്കുന്നൊരു കേസാണ്. സോ ഇനി ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു മെയിൻ പോയിൻ്റാണ് എക്കോട്ടോൺ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്ക് നോക്കുക, ഇൻ സം കേസസ് അഡ്ജസൻറ്റ് എക്കോസിസ്റ്റംസ് ഓവർലാപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു എക്കോസിസ്റ്റവും അതിനടുത്തൊരു എക്കോസിസ്റ്റവും, നമ്മളതിനൊരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ, ഒരു അതിർവരമ്പ്. ഇവിടെ കൊണ്ട് ഈ എക്കോസിസ്റ്റം തീർന്നു, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു എക്കോസിസ്റ്റമാണ്. അങ്ങനെ രണ്ട് എക്കോസിസ്റ്റങ്ങളുടെ ഇടയിലൊരു ഭാഗം അവർ മെർജ് ചെയ്യും, അവർ തമ്മിൽ കൂടിക്കലർന്നിട്ട് ഈ രണ്ട് എക്കോസിസ്റ്റത്തിലും അല്ലാത്തൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും അവിടെ. രണ്ടിൻ്റെയും കൂടി ഒരു മിക്സിങ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും മേ ബി അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നാരോ ആയിട്ടുള്ളൊരു, അത് വലിയൊരു ഏരിയ ഒന്നും ആയിരിക്കത്തില്ല, ഒരു നാരോ, വലിയ വീതി കുറഞ്ഞ ഒരു നാരോയുടെ ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. ആ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എക്കോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇതിനകത്ത് ഈ പിക്ചറിനകത്ത് നോക്കുക, ഇതിനകത്ത് ഒരു ലാൻഡ് എക്കോസിസ്റ്റം ഉണ്ട്, ഒരു ലാൻഡ് കര നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റവും ഉണ്ട്. ആ ലാൻഡ് എക്കോസിസ്റ്റവും അക്വാട്ടിക് എക്കോസിസ്റ്റവും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു മാർഷ് ലാൻഡ്, ഒരു ചതുപ്പ് നിലമാണുള്ളത്. അപ്പോൾ അതെന്താ, അതിനെ നമുക്ക് ലാൻഡ് എക്കോസിസ്റ്റം എന്നും പറയാൻ പറ്റില്ല, അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതിന് രണ്ടിനെയും ഇടയ്ക്കായിട്ടുള്ളൊരു മാർഷി ലാൻഡാണ്. സോ ആ മാർഷി ലാൻഡിലെ പ്ലാന്റുകളും അവിടുത്തെ ഓർഗാനിസംസും ഒക്കെ ലാൻഡ് എക്കോസിസ്റ്റത്തിലേ ആയിരിക്കില്ല, ചിലപ്പോൾ അക്വാട്ടിക് എക്കോസിസ്റ്റം ആയിരിക്കും. അത് രണ്ടിലും ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ രണ്ടിൻ്റെയും ക്യാരക്ടറുകൾ മിക്സ് ചെയ്തിട്ടുണ്ടാവും ഇതിനകത്ത്. ലാൻഡിൻ്റെയും കുറച്ച് ക്യാരക്ടറുകൾ കാണും, അക്വാട്ടിക്കിൻ്റെയും കുറച്ച് ക്യാരക്ടറുകൾ കാണും. ഇങ്ങനെയുള്ളൊരു നാരോയിങ് ബോർഡർ ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോട്ടോൺ എന്ന് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കിയിരിക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ ഈ പിക്ചർ നോക്കുക, ഇതിനകത്ത് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചെന്നുള്ളൂ. എന്തൊക്കെയുള്ളത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, കോണിഫറസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, മെഡിറ്ററേനിയൻ, ഡെസേർട്ട്, ടുൻഡ്ര, മൗണ്ടൻ. ഇതൊക്കെ പല ടൈപ്പ് എക്കോസിസ്റ്റംസ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഏരിയയുടെ സെറ്റപ്പിലല്ലേ അത് പറയുന്നത്. ഭൂമിയെ കൺസേൺ ചെയ്യുവാണെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്നുള്ള ഭാഗം, അങ്ങനെയല്ലേ? ഭൂമധ്യരേഖ എന്ന് നമ്മൾ പറയുന്നത് ഇക്വേറ്റർ 0 ഡിഗ്രി ആംഗിളാണ് നമ്മളിപ്പോഴും പറയുന്നത്. അവിടെ നിന്ന് ഒരു 23 ഡിഗ്രി നോർത്തും ഒരു 23 ഡിഗ്രി സൗത്തും, അത്രയും ഒരു ഏരിയ, അതായത് 23 ഡിഗ്രി നോർത്തിൽ നിന്നും 23 ഡിഗ്രി സൗത്ത് വരെ കിടക്കുന്ന ആ ഒരു ഏരിയ, ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന ഫോറസ്റ്റുകൾ, അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്തെ ഫോറസ്റ്റുകളാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ഫോറസ്റ്റിനെ കുറച്ചുകൂടി നമ്മൾ ഈ മഴക്കാടുകൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് ഒരുപാട് ലാർജ് ട്രീസും കാര്യങ്ങളും, ഇവൻ ലൈറ്റ് പോലും കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉള്ള അത്രയും ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റുകളായിരിക്കും ആ റീജിയനിലുണ്ടാവുക. ഇനി നോർത്തിലും സൗത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 23 to ഒരു 66 വരെയൊക്കെ ആ ഒരു റീജിയനെ നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ വലിയ മരങ്ങളോ അല്ലെങ്കിൽ അത്രയും വലിയ ലാർജ് ട്രീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ഒരു മോഡറേറ്റ് സെറ്റപ്പിലായിരിക്കും. അങ്ങനെയുള്ള ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് പറയുന്നു താഴെയുണ്ട്, നോർത്തിലും സൗത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ റീജിയനിലുണ്ടാകുന്ന പ്ലാന്റുകൾ ട്രോപ്പിക്കൽ റീജിയനേക്കാളും ഡിഫറൻ്റ് ആയിരിക്കും. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയാണ്. ഓഷ്യാനിക് കറണ്ടും എന്ന് വെച്ചാൽ സമുദ്രജല പ്രവാഹങ്ങൾ, അങ്ങനത്തെ പല ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അവിടുത്തെ പ്ലാന്റുകളും വേറെ വേറെ ആയിരിക്കും, അല്ലേ? ഒരു പർട്ടിക്കുലർ കാലാവസ്ഥയിൽ വളരുന്ന രീതിക്കായിരിക്കും ആ പ്ലാന്റ് വരുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്ലാന്റും ഒരു പ്രത്യേക കാലാവസ്ഥ വേണം എന്നുള്ളതുകൊണ്ട് അവിടെ ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്ലാന്റുകൾ വളരുന്നു. ട്രോപ്പിക്കൽ റീജിയനിൽ അതിനോട് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റുകൾ വളരുന്നു. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ ഓരോ കൈൻഡ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. അതാണിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ ടെമ്പറേറ്റ് ഫോറസ്റ്റും ഉണ്ട്, അതുപോലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഉണ്ട്,
ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഈ ടുണ്ട്ര എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ പോളാർ റീജിയൻ, കുറച്ച് ഐസ് അങ്ങോട്ട് അങ്ങനെ ഒരു സംഭവം പോളാറായിട്ട് കുറച്ച് 66 അപ്പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് തുന്ദ്രയൊക്കെ വരുന്നത്. അതുപോലെ മൗണ്ടൻസ്, ഈ ഡെസേർട്സ്, ഇതൊക്കെയും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്കോസിസ്റ്റംസ് ആണ് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ എക്കോസിസ്റ്റം നമുക്ക് ജസ്റ്റ് എക്കോസിസ്റ്റം പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എക്കോളജി പറഞ്ഞ പോലെ അതിൽ നമ്മുടെ നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എണ്ണിയാൽ തീരാത്ത പോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്നാലും ഇതിനും ഉണ്ട് അങ്ങനെ, എക്കോസിസ്റ്റത്തിനും നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ പഠനത്തിന് എളുപ്പത്തിന് ജനറലി ബ്രോഡായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്ത്? നാച്ചുറൽ എക്കോസിസ്റ്റം എന്നും ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്നും. ഓക്കെ, അത് നമുക്ക് ആ വാക്കിൽ തന്നെ കിട്ടും. എന്താ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ? നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്കോസിസ്റ്റം, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എക്കോസിസ്റ്റംസ് എല്ലാം തന്നെ നാച്ചുറൽ എക്കോസിസ്റ്റം അല്ലേ. ഒരു ഫോറസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ഒരു റിവർ, അതുപോലെ ഡെസേർട്ട്, അങ്ങനത്തെ നാച്ചുറലായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നാച്ചുറൽ എക്കോസിസ്റ്റം. അതാണ് ഹ്യൂമൻസിൻ്റെ ഒരു എഫേർട്ട് കൊണ്ടുണ്ടാവാതെ, ഹ്യൂമൻസിൻ്റെ ഒരു റോളും ഇല്ലാതെ തനിയെ ഉണ്ടായി വന്നിട്ടുള്ള, അല്ല തനിയെ സസ്റ്റൈൻ നിൽക്കുന്ന എക്കോസിസ്റ്റംസ് ആണിത് നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റംസോ അത് ഹ്യൂമൻ മാൻ മെയ്ഡ് എക്കോസിസ്റ്റംസ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു എക്കോസിസ്റ്റം ഒരുപാടുണ്ട്, നമ്മൾ പോലും അറിയാണ്ട്. ഇവൻ നമ്മുടെ മുറ്റത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗാർഡൻ പോലും ഒരു മാൻ മെയ്ഡ് എക്കോസിസ്റ്റമാണ്. അങ്ങനത്തെ ഗാർഡൻസ്, അതുപോലെ നമ്മുടെ തോട്ടങ്ങൾ, ക്രോപ്പ് പ്ലാന്റേഷൻസ്, ഒരു റബ്ബർ തോട്ടം, അത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ കൃഷിയിടങ്ങൾ, അഗ്രികൾച്ചർ ഫീൽഡ്, അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്താണ് മാൻ മെയ്ഡ്. സുവോളജിക്കൽ പാർക്കുകളൊക്കെ ഉണ്ടാക്കാറ്, പാർക്സ്, ആർട്ടിഫിഷ്യലി നമ്മൾ ലേക്ക് ഉണ്ടാക്കുന്നു, അതൊക്കെ എന്താ ഒരു മാൻ മെയ്ഡ് എക്കോസിസ്റ്റമാണ്. അതിന് നമ്മൾ എന്താ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയും. ഇപ്പം ബേസിക്കായിട്ടും രണ്ട് രീതിയിലുള്ള എക്കോസിസ്റ്റംസ് ആണുള്ളത്. എന്ത്? നാച്ചുറൽ എക്കോസിസ്റ്റംസും ആൻഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റംസും. ഞാൻ കുറച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളത് എന്താ സിമ്പിളി അതിൻ്റെ പോയിൻ്റ് മാത്രം എടുക്കുക. കിട്ടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണം. ഓക്കെ, ഒരു 2-3 ക്യാരക്ടറോടെ പറയാം. എക്കോസിസ്റ്റംസ് ആർ ഓപ്പൺ സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പൺ സിസ്റ്റംസ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പൺ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓപ്പൺ ആണ്. എന്താ? അതിൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഇത് ഓപ്പൺ ആണ്. എനർജി ഒരു നിന്നും ഒന്നിലേക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് എനർജി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ദേ ഓൾവേസ് റിക്വയർ കണ്ടിന്യൂസ് ഇൻഫ്ലോ ഓഫ് എനർജി ആൻഡ് മാറ്റർ. അങ്ങനെയാണ് എക്കോസിസ്റ്റം നിൽക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് എപ്പോഴും എന്താ ഇങ്ങനെ എനർജി വന്നുകൊണ്ടിരിക്കുക. ആ ഒരു എനർജിയുടെ പാത്ത് തന്നെയാണ് എക്കോസിസ്റ്റം നിലനിൽപ്പെന്ന് പറയുന്നത്. സണ്ണിൽ സോളാർ എനർജി വരുന്നു, പ്ലാന്റ് ഫിക്സ് ചെയ്യുന്നു, അത് ഹെർബിവോറസ് എടുക്കുന്നു, അത് കാർണിവോറസ് എടുക്കുന്നു, അത് ഡീകമ്പോസേഴ്സ് എടുക്കുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ്ലി. ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോ എപ്പോൾ നിൽക്കുന്നോ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് കംപ്ലീറ്റ് തെറ്റും. ആ ഒരു ഫ്ലോയിലാണ് ഇതിൻ്റെ ബാലൻസ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താ അതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ഓക്കെ, ഒരിക്കലും ഡിസോർഡർ അല്ല. സ്റ്റഡി സ്റ്റേറ്റിൽ ഇങ്ങനെ എപ്പോഴും ഒരു പോയിന്റിൽ നിന്ന് എൻഡ് വരെ ഇങ്ങനെ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പലയിടത്തുമായിട്ട് എനർജി പല വഴിക്ക് തിരിഞ്ഞ് പോകുന്നു. ഒരിക്കലും സൈക്ലിക് അല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് എക്കോസിസ്റ്റം നീഡ്സ് 2 ബേസിക് റിക്വയർമെൻറ്റ്. ഒരു നോർമൽ എക്കോസിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് എന്താണ് ബേസിക്കായിട്ട് വേണ്ടതെന്നുള്ള 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ പറയുന്നു. എന്താണ്? കോൺസ്റ്റൻ്റ് ആൻഡ് നെവർ എൻഡിങ് ഇൻപുട്ട് ഓഫ് എനർജി. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും അവസാനിക്കാതെ ഇൻപുട്ട് വന്നുകൊണ്ടിരിക്കണം അല്ലേ. ഇപ്പോൾ സൂര്യൻ നശിച്ചു, ഒരു സൂപ്പർ നോവ സ്ഫോടനം നടന്ന സൂര്യൻ ഇല്ലാണ്ടായിപ്പോയി. ഭൂമി നിലനിൽക്കുമോ? എത്ര നാളും നിലനിൽക്കും? സൂര്യൻ നശിച്ചാൽ 8 മിനിറ്റ് കൂടെ ഭൂമി നിൽക്കുകയുള്ളൂ. കാരണം അത്രയും സമയം എടുക്കും ലൈറ്റ് റേസ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ആ 8 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എനർജി ഇല്ല, നമ്മുടെ സോഴ്സ് ഓഫ് എനർജി കംപ്ലീറ്റ്ലി പോയി. സോ എല്ലാ സിസ്റ്റംസും ഡാമേജ്ഡ് ആവും, കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാനാണ് പിന്നെയുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരിക്കലും അവസാനിക്കാത്ത പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് എനർജി ഇങ്ങനെ എക്കോസിസ്റ്റംസിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് സൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്. ഇതിനകത്തുള്ള എല്ലാ മെറ്റീരിയലും റെഗുലറായിട്ടും റിപ്പീറ്റായിട്ടും സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നൈട്രജൻ പറഞ്ഞതുപോലെ ഫോസ്ഫറസ്, പല ന്യൂട്രിയൻസും മാറ്ററുകളൊക്കെ ഇങ്ങനെ സൈക്ലിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കൈൻഡ് ഓഫ് സൈക്ലിങ് തന്നെയാണ് ലൈഫ് അല്ലേ. നമ്മുടെ കേസിലാണെങ്കിലും എന്താ ഒരു ടൈപ്പ് ഓഫ് സൈക്ലിംഗ് ആണ്. ഒരാൾ ജനിക്കുന്നു, വലുതാകുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, മരിക്കുന്നു, ആൾ വീണ്ടും അടുത്ത ആൾ ജനിക്കുന്നു. അതൊരു കണ്ടിന്യൂസ് സൈക്കിളാണ്. ഹ്യൂമൻ ലൈഫും ഒരു സൈക്കിളാണ്. നമ്മൾ മരിച്ചാലും അടുത്ത ജനറേഷൻ അങ്ങനെ കണക്കാക്കിയാൽ അതൊരു സൈക്കിളാണ്.
ആ ഒരു സൈക്ലിക്കായിട്ട് എല്ലാ കാര്യങ്ങളും സൈക്ലിക്കായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എനർജി ഫിക്സേഷൻ ഒരു എക്കോസിസ്റ്റത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ട വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് എനർജീനെ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ സൂര്യനിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഭൂമിയിലേക്ക് വരുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ആ ഫോമിൽ വരുന്നതിനകത്തുള്ള എനർജി ഫോട്ടോൺസിനെ ഫിക്സ് ചെയ്തിട്ട് ഒരു എനർജി ആയിട്ട് വെക്കണം. അതിന് നമുക്കൊരു കപ്പാസിറ്റി വേണ്ടേ? ആ കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? ഗ്രീൻ പ്ലാന്റ്സിനാണ് അല്ലേ? ഗ്രീൻ പ്ലാന്റ്സിന് മാത്രമേ ആ എനർജീനെ അബ്സോർവ് ചെയ്ത് ഫിക്സ് ചെയ്തൊരു ഫുഡ് ഫോമിൽ അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഫോമിലേക്ക് ആ എനർജീനെ അല്ലെങ്കിൽ ATP ഫോമിലേക്ക് ആ എനർജീനെ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള കഴിവുള്ളൂ. സോ ആ ഒരു ഫിക്സേഷൻ നടന്നാൽ മാത്രമാണ് ഒരു എക്കോസിസ്റ്റം നിലനിന്ന് പോകത്തുള്ളൂ. അതുപോലെ എനർജി ഫ്ലോ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ജിയോ കെമിക്കൽ സൈക്കിൾസ്, ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ന്യൂട്രിയൻ സൈക്കിൾ, നൈട്രജൻ, അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു എന്താണ് ബേസിക്കായിട്ട് വേണ്ട എക്കോസിസ്റ്റം വേണ്ട കുറച്ച് ക്യാരക്ടറാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നില്ലെന്ന് വരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും പിന്നെ അതിൻ്റെ ടൈപ്പുകളും അതിൻ്റെ ബേസിക് നീഡ്സും എന്നാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് നോക്കാം, എക്കോസിസ്റ്റത്തിൻ്റെ കുറേ ക്യാരക്ടറുകളുണ്ട്. ഒരു എക്കോസിസ്റ്റം ഒരു വെൽ ബാലൻസ് അല്ലെങ്കിൽ വെൽ ഇക്വിലിബ്രിയത്തിൽ പോകണമെങ്കിൽ അതിന് കുറേ ക്യാരക്ടറുകളെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ കുറേ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വെൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേജിൽ പോകുന്ന ഒരു എക്കോസിസ്റ്റം നമ്മൾ പറയുന്നു. ഈ എക്കോസിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു കാടോ ഒക്കെ മനസ്സിലേക്കൊന്ന് വിചാരിക്കുക. അതിൽ ഈ പറയുന്ന ക്യാരക്ടറുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചുമ്മാ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ക്യാരക്ടറാണ് എക്കോസിസ്റ്റം. ഒരു ക്യാരക്ടറാണ് ഹൈ സ്റ്റെബിലിറ്റി, റെസിസ്റ്റൻസ് ആൻഡ് റെസിലിയൻസ്. ഹൈ സ്റ്റെബിലിറ്റി, റെസിസ്റ്റൻസ് ആൻഡ് റെസിലിയൻസ്. അപ്പോൾ ഹൈ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സ്റ്റേബിൾ ആയിരിക്കണം. അത് ഞാൻ പറഞ്ഞു ഈ ഡൈനാമിക്കാണ്. അതായത് എപ്പോഴും ഇതിനകത്ത് ചേഞ്ചുകൾ വരുന്നുണ്ട്. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എപ്പോഴും ചേഞ്ചുകൾ വരാം ഇല്ലേ? ഒരേപോലെ തന്നെയാണ് നമ്മുടെ കാലാവസ്ഥയും. ക്ലൈമാറ്റിക് ചേഞ്ചുകളുണ്ട്, അതുപോലെ പല ടൈപ്പ് ഓഫ് ചേഞ്ചസ്. ഇപ്പോൾ ഹ്യൂമൻ കോസ് കൊണ്ട് കുറേ ചേഞ്ചസ് വരാം. ഇപ്പോൾ ഒരു ക്രോപ്പ് ഫീൽഡ് നമ്മൾ വെട്ടിക്കളഞ്ഞു. സോ അവിടെ മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നു. അങ്ങനെ അത് തൊട്ടടുത്തുള്ളൊരു കമ്മ്യൂണിറ്റിനെയൊക്കെ ബാധിക്കാം, തൊട്ടടുത്തുള്ള എക്കോസിസ്റ്റത്തെ ബാധിക്കാം. സോ അങ്ങനെ വരുന്ന ചേഞ്ചുകളെ അബ്സോർവ് ചെയ്തിട്ട് ആ ഇക്വിലിബ്രിയത്തെ ബാലൻസ് ചെയ്യണം. ആ ചേഞ്ചിനെ മറ്റൊരു ചേഞ്ച് കൊണ്ട് ബാലൻസ് ചെയ്യുക. അങ്ങനെയാണല്ലോ ഇക്വിലിബ്രിയം വരുന്നത്. ഒരു മാറ്റം വന്നാൽ മറ്റൊരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തെ പിടിച്ചു നിർത്തുക. സിസ്റ്റം തകർന്നു പോകാണ്ട് പിടിച്ചു നിർത്തുക. ഇപ്പോൾ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ അതിൻ്റെ നമ്പർ കുറച്ചധികം കൂടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ബാലൻസ് ആവും? അപ്പോൾ അതിനെ പ്രിഡേറ്റ് ചെയ്യുന്ന ആ ജീവിവർഗം കുറച്ചുകൂടെ അവരുടെ നമ്പരും കൂടുന്നു. ഇവർക്ക് ഈസി ആയിട്ട്, അതായത് എണ്ണം കൂടി. 1 ഏക്കർ സ്ഥലത്ത് അല്ലെങ്കിൽ 1 ഹെക്ടർ സ്ഥലത്ത് 1000 മുയലുകൾ ഉണ്ടായിരുന്നത് 1 ഹെക്ടർ സ്ഥലത്ത് 2000 മുയലുകളായി. അത് പെട്ടെന്ന് പെരുകി. അപ്പോൾ ഒരു ചേഞ്ച് വന്നു. ആ ചേഞ്ചിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ പ്രിഡേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ലയൺസ് ആണെങ്കിൽ അപ്പോൾ 1000 ഹെക്ടർ സ്ഥലത്ത് 2000 മുതൽ പറഞ്ഞാൽ ഇവർക്ക് ഈസി ആയിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ശരിയല്ലേ? പെട്ടെന്ന് കിട്ടും. 1 ഹെക്ടറിൽ 1000 ഉണ്ടായിരുന്നാൽ കിട്ടില്ലായിരുന്നു. 1 ഹെക്ടറിൽ 2000 ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇരട്ടി ചാൻസാണ് ഇതിനെ കാണാനും പിടിക്കാനായിട്ട്. സോ അതങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും സിംഹത്തിൻ്റെ പോപ്പുലേഷൻ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും ഇത് വീണ്ടും ഒരു ബാലൻസ് സ്റ്റേറ്റ് എത്തുമ്പോൾ സിംഹത്തിൻ്റെ പോപ്പുലേഷനും നോർമലി കുറയും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തണം. ആ ഒരു സ്റ്റെബിലിറ്റി എക്കോസിസ്റ്റത്തിന് വേണ്ടതാണ്. ഒന്നിൻ്റെ നമ്പറും കാര്യങ്ങളും ബാലൻസും ഒന്നും ന്യൂട്രിയൻസിൻ്റെയൊക്കെ ആണെങ്കിലും അളവൊന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ പോകാതെ ഒരു സ്കെയിലിൽ തന്നെ നിർത്താനായിട്ട് പറ്റണം. അതുപോലെ റെസിസ്റ്റൻസ്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇപ്പോൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഇപ്പോൾ വിൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്റ്റേണൽ ഫീച്ചർ വന്നിട്ട് അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും പിടിച്ച് നിൽക്കാനുള്ള കഴിവും അതും ഒരു വെൽ ഇക്വിലിബ്രിയത്തിൽ പോകുന്ന ഒരു എക്കോസിസ്റ്റത്തിന് വേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തെന്താ പറഞ്ഞത്? റെസിലിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. അതായത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ട് ഒരു തകർച്ച വന്നു. ഇപ്പോൾ ഒരു കാട്ടുതീയോ ലൈക്ക് എന്തെങ്കിലും ഡ്രോട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഒരു തകർച്ച വന്നിട്ടാലും അതിനെ റിക്കവർ ചെയ്തിട്ട് ആ ഡാമേജിനെയൊക്കെ തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഡാമേജൊക്കെ തിരുത്തി പഴയ സ്റ്റേജിലേക്ക് എത്താനുള്ളൊരു കഴിവ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു കാട്ടുതീ വന്നിട്ട് ഒരു ചെറിയൊരു കാട് പ്രദേശം നശിച്ചു പോയി കഴിഞ്ഞാലും വീണ്ടും അവിടെ വീണ് കിടക്കുന്ന സീഡ്സൊക്കെ ജെർമിനേറ്റ് ചെയ്തിട്ട് പയ്യെ ഗ്രാജുവലി പഴയ സ്റ്റേജിലേക്ക് തന്നെ എത്തിപ്പെടാനുള്ളൊരു കഴിവ്. അപ്പോൾ ഈ ഒരു 3 ക്യാരക്ടറുകളും, അതായത് ഹൈ സ്റ്റെബിലിറ്റി, റെസിസ്റ്റൻസ് ആൻഡ് റെസിലിയൻസ് എന്ന് പറയുന്നത് 3 ക്യാരക്ടറും വേണ്ട, അതായത് എക്കോസിസ്റ്റത്തിന് വേണ്ട ക്യാരക്ടറാണ്. ഓക്കെ,
രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് എന്താ, റെഗുലർ ന്യൂട്രിയൻ സൈക്ലിംഗ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രിയൻ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ട് പോകണം. ഇതും എന്തിനു വേണ്ട ക്യാരക്ടറാണ്, എക്കോസിസ്റ്റത്തിന്, അതായത് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റത്തിന് വേണ്ട ക്യാരക്ടറുകളാണ്. ഓക്കെ. ദെൻ കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് എനർജി ഫ്ലോ പറഞ്ഞ പോയിൻ്റാണ്. ന്യൂട്രീഷൻ ആൻഡ് എനർജറ്റിക് സെൽഫ് സഫിഷ്യൻസി. ഒരു എക്കോസിസ്റ്റത്തിന് സ്വന്തം വേണ്ട ന്യൂട്രിയൻസും എനർജിയൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ടാക്കാനും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ശേഷി. ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഓർഗനൈസേഷൻ കോംപ്ലക്സിറ്റി. അതായത് എന്താ, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എപ്പോഴും ഒത്തിരി ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി, നമ്മൾ ഡൈവേഴ്സ് സ്പീഷ്യസ് ഉണ്ടാകുന്നതാണ് എപ്പോഴും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജീവിവർഗ്ഗമാണ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം നിലനിന്ന് പോകാനുള്ള കാരണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു എക്കോസിസ്റ്റം, അവിടുത്തെ ബേഡ്സ് എല്ലാം ഒരേ ഫുഡിൽ തന്നെ ആശ്രയിക്കുന്നു, ഫ്രൂട്ട്സിനെ മാത്രം ആശ്രയിക്കുന്നു. സോ അവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ കംപ്ലീറ്റ് ബ്ലേഡ്സ് നശിച്ചു പോകും. ശരിയല്ലേ? പക്ഷേ ഒന്ന് നോക്കുക, ഒരു എക്കോസിസ്റ്റത്തിൽ കുറച്ച് ബേഡ്സുകൾ ഫ്രൂട്ട്സിനെ ആശ്രയിക്കുന്നു, കുറച്ച് ബേഡ്സുകൾ ഫ്ലവേഴ്സിനെ ആശ്രയിക്കുന്നു, കുറച്ച് ബേഡ്സുകൾ അല്ലാണ്ട് ഇപ്പോൾ സിറിയൽസിനെ, ധാന്യങ്ങളെ ആശ്രയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസുകൾ മാത്രമേ നശിക്കുന്നുള്ളൂ. ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ബാക്കി ബേഡ്സ് എല്ലാം സർവൈവ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ അവിടെ ആ ഒരു ഒരു കമ്മ്യൂണിറ്റിനെ അവിടെ കുറച്ചൊക്കെ പിടിച്ചു നിർത്തുന്ന ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ബയോ ഡൈവേഴ്സ് ആയിരിക്കണം, എപ്പോഴും ഡൈവേഴ്സ് ആയിരിക്കും, കോംപ്ലക്സ് ആയതിൽ മാത്രമേ എക്കോസിസ്റ്റം സ്റ്റേബിളായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി. അതൊന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റിയും എനർജിയുടെ ആവശ്യവും തമ്മിൽ ഇൻവേഴ്സാണ്. അതായത് കോംപ്ലക്സിറ്റി കൂടുമ്പോൾ അതിൻ്റെ എനർജിയുടെ ഒരു നീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനർജിയുടെ നീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കോംപ്ലക്സ് ആവുന്നു കൂടുതലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സിംപ്ലി അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പോൾ നമ്മളൊരു വണ്ടിയിലൊരു ഫ്യൂവൽ ഓക്സിഡേറ്റ് ചെയ്തിട്ട് എനർജി ഉണ്ടാകുന്നു. ഇപ്പോൾ പെട്രോൾ കത്തി എനർജി ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ആ എനർജി എഫിഷ്യൻ്റായിട്ട് ലോസ് ആയി പോവാതെ എഫിഷ്യൻ്റായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്ലക്സ് സിസ്റ്റംസ് ആവശ്യമാണ്. അല്ലെ, വെറുതെ പെട്രോൾ തീ കത്തിച്ച് കഴിഞ്ഞാൽ കത്തിപ്പോകുന്ന പോലെയല്ല, അതിനെ എഫിഷ്യൻ്റായിട്ട് ഫംഗ്ഷനിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ് സിസ്റ്റം ആവശ്യമാണ്. എന്ന് പറയുന്ന പോലെയാണ് ഓരോ എക്കോ സിസ്റ്റംസും ആക്ട് ചെയ്യുന്നത്. ഒരു കോംപ്ലക്സ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എനർജിയുടെ ഫ്ലോയും കാര്യങ്ങളും എനർജിയുടെ ലെസ് കൺസ്യൂമിങ്ങും ഒക്കെ ആയിട്ട് ബാലൻസ് ആക്കി കൊണ്ടുപോകുന്നു. മിനിമം എനർജി യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ എഫിഷ്യൻ്റായിട്ടിരിക്കുക. അല്ലേ, നമ്മളൊരു വണ്ടിയുടെ മൈലേജ് കൂടുതലെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞ പോലെ മിനിമം എനർജി യൂസ് ചെയ്യുക, കൂടുതൽ എഫിഷ്യൻ്റ്. അപ്പോൾ ആ സിസ്റ്റം കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ കോംപ്ലക്സ് അല്ലാത്ത സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഒരു കാര്യം നടക്കില്ല. മെച്യൂറേഷൻ ത്രൂ കമ്മ്യൂണിറ്റി സക്സഷൻ. ഒരു എക്കോസിസ്റ്റം മെച്യൂർഡ് ആവുക എന്ന് പറയുന്നത്, ഇതൊക്കെ വലിയ വലിയ പോയിൻറ്റുകളാണ്. ഞാനിപ്പോൾ ജസ്റ്റ് 2-3 വാക്ക് നിങ്ങൾക്കൊരു പോയിൻ്റായിട്ട് നിങ്ങൾ പറയുന്നതെന്നുള്ളൂ. ഓക്കെ. മെച്യൂറേഷൻ ത്രൂ കമ്മ്യൂണിറ്റി സക്സഷൻ എന്നാണ് പറയുന്നത്. സക്സഷൻ എന്താ? ഇക്കോളജിക്കൽ സക്സഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ബെയർ ലാൻഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഒരു തരിശ് നിലം, അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഒരു കാടായി മാറുക. അതായത് വളരെ സിമ്പിളായി കിടന്നിരുന്നൊരു സ്ഥലം, വളരെ സിമ്പിളായിട്ട് ഉണ്ടായിരുന്നൊരു സ്ഥലം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊരു സിസ്റ്റമായിട്ട് മാറുക. ലെസ് കോംപ്ലക്സ് ടു മോർ കോംപ്ലക്സ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരും. ആദ്യമൊക്കെ ഫംഗസ്, ആൽഗെ, പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് വരുന്നു, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് റെഡോഫൈറ്റ്സ് വരുന്നു, പിന്നെ ജിംനോസ്പെംസ് വരുന്നു, അതിനോടൊപ്പം തന്നെ ആൻജിയോസ്പെംസ് വരുന്നു. അപ്പോൾ അത് ഒരു അഡ്വാൻസ്ഡ് ആകും. അപ്പോൾ ഈ പ്ലാന്റ്സ് വരുമ്പോൾ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസും ഒക്കെ വന്നതൊരു സിസ്റ്റമായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയൊരു അതിങ്ങനെ മാറിക്കൊണ്ടേ എന്നിട്ട് ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും അതൊരു സംവാട്ട് സ്റ്റേബിൾ എന്ന് പറയും. ഇപ്പോൾ ഒരു കാടായി മാറി. അത് ഫുൾ സ്റ്റേബിൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാകത്തില്ല. പക്ഷേ ഒരുമാതിരി ഓക്കെയാണ്. ഇപ്പോൾ എല്ലാം വെൽ ബാലൻസ്ഡ് അത്യാവശ്യം പോകുന്നുണ്ട്, ഒരു ഇക്വിലിബ്രിയത്തിൽ പോകുന്നുണ്ട്, സ്റ്റേജിലേക്ക് എത്തും. മോർ ഓർ ലെസ് ആയിട്ടൊരു സ്റ്റേബിൾ സെറ്റപ്പിലേക്ക് എത്തുന്നപ്പോൾ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി, അതിനെ നമുക്ക് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ സക്സഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നു, അങ്ങനെ നിൽക്കുന്നു. അതിനെന്തെങ്കിലും ഫർദർ ചേഞ്ച് വന്നാൽ വീണ്ടും അത് അതനുസരിച്ചുള്ള ഡൈനാമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു എക്കോസിസ്റ്റം എങ്ങനെയാണ് മെച്യൂർഡ് ആവുന്നത്? എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സക്സഷനിലൂടെയാണ് മെച്യൂർ ആവുന്നത്. അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ദെൻ എബിലിറ്റി ഓഫ് ഹോമിയോസ്റ്റാറ്റിക് സെൽഫ് റെഗുലേഷൻ. ഓക്കെ, ഹോമിയോസ്റ്റാസിസ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് പറയുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക, ആ ഒരു ബാലൻസ് തന്നെയാണ് ഒരു ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും പരസ്പരം ഒരു വെബ് ലൈക്ക് നെറ്റ്വർക്കായിട്ട് നിൽക്കുന്നു, അതിൻ്റെ ഒരു ബാലൻസിങ്. ആ ഒരു ബാലൻസിങ് ആണ് എക്കോളജിക്കലായിട്ട് നമുക്ക് എന്ത് പറയുന്നത്, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഏകദേശം അത് തന്നെയാണ് പറയുന്നത്, ഡൈനാമിക് ന്യൂമെറിക്കൽ ബാലൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് പോപ്പുലേഷൻസ്. അതായത് ഇവർ തമ്മിലൊരു ന്യൂമെറിക്കൽ ബാലൻസ് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഫോറസ്റ്റിൽ ഹെർബിവോർസ് ഇത്ര, കാർണിവോർസ് ഇത്ര, ഒമ്നിവോർസ് ഇത്ര എന്നൊരു നമ്പർ ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട് അവിടുത്തെ എല്ലാ ബാക്കി ഫാക്ടറികളും ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ 100 മുയലുള്ള ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കും? 100 മുയലുള്ള ഒരു സ്ഥലത്ത് 100 സിംഹങ്ങളോട് വന്ന് മറ്റ് ജീവികളൊന്നും നിനക്ക് പ്രിഡേറ്റ് ചെയ്യാനില്ലെങ്കിൽ ഈ 100 മുയലിനെ പെട്ടെന്ന് തന്നെ പിടിച്ചെന്ന് തീർക്കും. അപ്പോൾ സിംഹങ്ങൾ ലാസ്റ്റ് സ്റ്റാർവ് ചെയ്യും, അവർ പട്ടിണി കിടന്ന് മരിക്കും. അപ്പോൾ കാട് ഭയങ്കര ഡെൻസായിട്ട് വളരുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു നമ്പർ പറ്റത്തില്ല. മറിച്ചോ 1000 മുതലുള്ള 10 സിംഹമേ ഉള്ളെങ്കിൽ ഇവർ പിടിച്ച് തിന്നുന്നൊരു മിനിമം നമ്പരേ ഉള്ളൂ. ആ നമ്പർ പിടിച്ച് തിന്നുന്നതനുസരിച്ച് അവിടെ പുതിയതായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് ജീവികളുണ്ടാകുന്നു. എന്നാൽ അതൊരു നമ്പറിൽ കൂടുതൽ പോവാതെ സിംഹങ്ങൾ നോക്കുകയും ചെയ്യുന്നു എന്നൊരു ബാലൻസ് ഇല്ലേ? ആ ഒരു ബാലൻസ്, ആ ന്യൂമറിക്കൽ ബാലൻസും എന്തിൻ്റെ ക്യാരക്ടറാണ്? നല്ലൊരു എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരക്ടറാണ്. അതുപോലെ മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ആൻഡ് റെഗുലർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻറ്റ്. അതാണ് ബേസിക് നമ്മൾ ഈ ഡെഫിനേഷൻ എല്ലാം പറഞ്ഞൊരു പോയിന്റ്. മ്യൂച്വലി നമ്മളിത് ഇൻട്രാക്ട് ചെയ്യുവാണ് അല്ലേ? എബയോട്ടിക് ആയിട്ടുള്ള സിസ്റ്റത്തോടും ബയോട്ടിക് ആയിട്ടുള്ള സിസ്റ്റത്തോടും ഇൻട്രാക്ഷൻ കൊണ്ട് മാത്രമാണ് ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ് ജനറലായിട്ട് ഒന്നുകൂടെ നോക്കുക. നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞു, ഏതൊക്കെയാണ് ടൈപ്പുകളെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ കുറച്ച് ക്യാരക്ടറുകളും പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് അധികമായിട്ട് സംസാരിക്കുന്നുള്ളൂ. കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളെ പോയിന്റുകൾ മാത്രം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ വലിച്ചു വാരി നോക്കുകയൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ട് 2 കമ്പോണൻസ് ഉണ്ട് അല്ലേ? എബയോട്ടിക് കമ്പോണൻ്റ് ഉണ്ട്, ജീവനില്ലാത്ത പാർട്സ് ഉണ്ട്, അതുപോലെ ജീവനുള്ള പാർട്സും ഉണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. എബയോട്ടിക്കും ഉണ്ട്, ബയോട്ടിക്കും ഉണ്ട്, ലിവിങ്ങും ഉണ്ട്, നോൺ ലിവിങ്ങും ഉണ്ട്. ആദ്യം നമുക്ക് എബയോട്ടിക് ഏതൊക്കെയാണെന്ന് നോക്കാം. എബയോട്ടിക് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫിസിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, കെമിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ. ഫിസിക്കൽ ഫാക്ടേഴ്സിൽ മെയിനായിട്ട് വരുന്നതാണ് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് അല്ലേ? ഒരു എക്കോസിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ഒരുപാട് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് കേസ് അല്ലേ? ഇപ്പോൾ ഒരു വിൻഡ്, ഒരു ഓഷ്യാനിക് കറണ്ടിൻ്റെ എഫക്റ്റുകൾ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ക്ലൈമറ്റിക്കായിട്ട്, അപ്പോൾ സീസണൽ വേരിയേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ക്ലൈമറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഒരു അബയോട്ടിക് ഫാക്ടറാണ്, ഫിസിക്കലായിട്ടുള്ളൊരു അബയോട്ടിക് ഫാക്ടറാണ് എക്കോസിസ്റ്റത്തിൻ്റെ. രണ്ടാമതൊരു അബയോട്ടിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എഡഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എഡഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എഡഫോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒന്നുമില്ല, സ്റ്റഡി ഓഫ് സോയിലാണ്, അല്ലെങ്കിൽ പെഡോളജി എന്നാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്ക്. സോയിൽ സയൻസ്, മണ്ണിനെ പറ്റിയുള്ളൊരു പഠനത്തെയാണ് എഡഫോളജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എഡഫിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് സംബന്ധമായ ഫാക്ടേഴ്സ് അല്ലേ? ഒരു മണ്ണിന് ഒരു വാട്ടർ കണ്ടൻറ് ഉണ്ടാവും, അതുപോലെ എയർ എത്ര സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒരു കൃഷി ചെയ്യുമ്പോൾ മണ്ണ് കിളച്ച് മറിച്ചിടും. എന്തിനാ? കൂടുതൽ എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നാലേ കുറച്ച് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്ലാന്റ്സിന് നന്നായിട്ട് ഗ്രോ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ സോയിലിൻ്റെ pH, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് സോയിൽസിനുണ്ട്. വാട്ടർ അബ്സോർബിങ് കപ്പാസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഡഫിക് ഫാക്ടേഴ്സാണ്. അതും ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫിസിക്കലായിട്ടൊരു എബയോട്ടിക് കമ്പോണൻ്റ് ആണ്. സോയിലും അതിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫാക്ടേഴ്സുകളും. ദെൻ അടുത്തൊരു കാര്യമാണ് ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള കിടപ്പ്. അതിലിപ്പോൾ ഓൾട്ടിറ്റ്യൂഡ്, സമുദ്രനിരപ്പിന് എത്ര ഉയരത്തിലാണ്, അതുപോലെ മൗണ്ടൻ റേഞ്ചസ് ഉണ്ടോ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അത് താഴ്വരകൾ കൂടി ചേർന്നതാണോ, അല്ലെങ്കിൽ സമതലമാണോ, തീരപ്രദേശമാണോ, അങ്ങനത്തെ ഒരു ജിയോഗ്രഫി ഇല്ലേ? ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതാണ് എന്ത് പറയുക ടോപ്പോഗ്രാഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം എക്കോസിസ്റ്റമാണ്. ഇപ്പോൾ ഒരു സമതലത്തിലുള്ളൊരു എക്കോസിസ്റ്റവും ഒരു ഹിൽ സ്റ്റേഷനിലുള്ളൊരു എക്കോസിസ്റ്റവും രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങളും ഫിസിക്കലായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എബയോട്ടിക് കമ്പോണൻ്റ് 2 ഉണ്ട്, ഫിസിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. ഫിസിക്കലി വരുന്ന 3 കാര്യങ്ങളാണ് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, എഡഫിക് ഫാക്ടേഴ്സ്, ടോപ്പോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഓക്കെ. ദെൻ കെമിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ. കെമിക്കൽ ഫാക്ടേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഫാക്ടേഴ്സ് 2 രീതിയിലുള്ള കെമിക്കലാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക്. അപ്പോൾ ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും ഓർഗാനിക് ഓർഗാനിസംസിലുള്ള, അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾ. നമ്മൾ മെയിനായിട്ട് പറഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ ബേസിക് മാക്രോ മോളിക്യൂളാണ് ഓർഗാനിക് മോളിക്യൂൾ, സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഓർഗാനിക് എന്ന് പറയുന്നു. അതുപോലെ ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അങ്ങനെയുള്ള
സിംഗിൾ കെമിക്കലായിട്ട് നിൽക്കുന്ന അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ മോളിക്യൂളുകൾ, മൈക്രോ മോളിക്യൂളുകൾ, അതെല്ലാം എന്താ ഇനോർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനോർഗാനിക് ആയിട്ടുള്ള കെമിക്കലുകളുണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കലുമുണ്ട്. ഇത് പല അളവിലും പല കോൺസെൻട്രേഷനിലും എന്താ നമ്മുടെ എക്കോസിസ്റ്റത്തിലെ പല ഓർഗാനിസംസിനും ആവശ്യമാണ്. ഇപ്പോൾ ഇനോർഗാനിക് ആയിട്ടാണ് അവർ സോയിലിൽ നിന്ന് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും അബ്സോർവ് ചെയ്തിട്ട് എന്നിട്ട് അതിനെ ഓർഗാനിക് മോളിക്യൂളായിട്ട് മാറ്റുന്നു. അപ്പോൾ അതാണ് കെമിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. അതിൻ്റെ കണ്ടൻറ്റ്, ഓക്സിജൻ എത്രത്തോളം ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എത്രത്തോളം ഉണ്ട്, ബേസിക്കലി ഈ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരളവും കാര്യങ്ങളും ഘടനയും ഒക്കെയാണ് എന്ത് കെമിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അതും ഒരു എന്താ അബയോട്ടിക് കമ്പോണൻ്റാണ്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് പറയാവുന്ന വേറെ അബയോട്ടിക് കമ്പോണൻസും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു സാൻഡ്, മണൽത്തരികൾ, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഡീക്കേയിങ് ഓർഗാനിക് മാറ്റേഴ്സ്, വാട്ടർ, അങ്ങനത്തെ ഒരുപാട് ജീവനില്ലാത്ത, വാട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവനില്ല നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ജീവൻ്റെ അടിസ്ഥാനമാണ് വാട്ടർ. പക്ഷേ വാട്ടർ ഇപ്പോൾ ആ സച്ച് അതൊരു ഓർഗാനിസം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം, ഐസ് ആയിക്കോട്ടെങ്കിൽ ഐസ്, അതെല്ലാം എന്താണ് അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടറുകളാണ്. അതെല്ലാം ഒരു എക്കോസിസ്റ്റത്തെ ബാധിക്കുന്നതും എന്താ അതിൻ്റെ ഒരു കമ്പോണൻ്റായിട്ട് നിൽക്കുന്നതും അത് തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ വെച്ചിട്ടാണ് ഒരു എക്കോസിസ്റ്റംസ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ തുന്ദ്ര ഞാൻ പറഞ്ഞു ഐസൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ തുന്ദ്ര പോലത്തെ ഒരു ഏരിയയിലൊക്കെ ഉള്ള ഒരു പ്ലാന്റിൻ്റെയൊക്കെ ലീഫ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താ, അത് കുറച്ചുകൂടെ ക്യൂട്ടിനീഷ്യസ് ആയിരിക്കും, കുറച്ചുകൂടെ മെഴുക്ക് ഉരുണ്ട പോലെയൊക്കെ ഇരിക്കും. കാരണം ഐസ് വന്നാലും ചീഞ്ഞ് പോകാതെ ഐസ് തങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ ലീഫിനൊരു ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തേക്കുന്നത്. സോ അവിടുത്തെ ആ എബയോട്ടിക് ആയിട്ടുള്ളൊരു ഫാക്ടറിനോട് വിസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു എബിലിറ്റിയിലാണ് അവിടുത്തെ ഓർഗാനിസംസ് എല്ലാം പോകുന്നത്. സോ അവരുടെ ഒരു ഇൻട്രാക്ഷൻ അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണുള്ളത് നോക്കാം. ബയോട്ടിക് ഫാക്ടേഴ്സ് മെയിനായിട്ടും 4 ടൈപ്പാണുള്ളത്. ഒന്നാമത് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ദെൻ ഹെട്രോട്രോപ്സ് ഓർ കൺസ്യൂമേഴ്സ്, 3 ഡീകമ്പോസേഴ്സ് ഓർ റെഡ്യൂസേഴ്സ്, 4 ട്രാൻസ്ഫോമേഴ്സ് ഓർ കൺവേർട്സ്. സിമ്പിളി നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ ഹൈസ്കൂൾ ലെവൽ തൊട്ടേ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മെയിനായിട്ട് ആ വാക്കുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്, സെൽഫ് നറിഷിങ് അല്ലെങ്കിൽ ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യൂൻസിനെ ഉപയോഗിച്ചിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സ്വന്തം ഫുഡിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫുഡ് അല്ലേ. ഈ വേൾഡിൽ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ഓട്ടോട്രോപ്സ് നമ്മൾ പറയുന്നത് എന്താണ്, മെയിൻലി പ്ലാന്റ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ ഒക്കെയാണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എൻ്റർ സിസ്റ്റംസും എക്കോസിസ്റ്റത്തിലെ ബാക്കി എല്ലാ ജീവജാലങ്ങളും ബാക്കി എല്ലാ ലെവൽ ഓഫ് ഓർഗനൈസേഷനും നടന്നു പോകുന്നത്. ഓക്കെ, ആ ഓട്ടോട്രോപ്സിനെ മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പ് ഓട്ടോട്രോപ്സ് എന്ന് പറയാം. ഒന്നാണ് ഫോട്ടോ ഓട്ടോട്രോപ്സ് ആൻഡ് കീമോ ഓട്ടോട്രോപ്സ്. ഇപ്പോൾ +2 നിങ്ങൾ പഠിച്ചാണ്. ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റിൽ നിന്നും സിംപിളി ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്താ ഫോട്ടോ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ ഫോട്ടോട്രോപ്സ് ജനറലി പറയും. ഓക്കെ, കീമോട്രോപ്സ് അല്ലെങ്കിൽ കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവരൊരു കെമിക്കൽ റിയാക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എൻസൈമായിട്ടോ മറ്റോ ആക്ട് ചെയ്തിട്ട് ആ കെമിക്കൽ റിയാക്ഷനിൽ നിന്നും പുറത്തു വരുന്ന എനർജി, ആ പുറത്തു വരുന്ന എനർജീനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ ആ എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ട് സ്വയം ജീവിക്കുന്നു. അങ്ങനെയുള്ള ജീവികളാണ് നമ്മൾ എന്ത് പറയുന്നത് കീമോട്രോപ്സ് എന്ന് പറഞ്ഞാൽ. അതിനൊരു എക്സാമ്പിളാണ് നൈട്രജൻ ഫിക്സിങ് ആയിട്ടുള്ള ബാക്ടീരിയകളുടെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നൈട്രജൻ ഫിക്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ബേസിക്കലി നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് N2 ഫോമിലിരിക്കുന്ന ട്രിപ്പിൾ ബോണ്ടായിട്ടാണ്. സോ ഈ ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പ്ലാന്റിനെ അതിനെ അബ്സോർവ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതൊരു സിംഗിൾ ബോണ്ട് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതിന് പറ്റുള്ളൂ. സോ ഈ ട്രിപ്പിൾ ബോണ്ടായിട്ടുള്ള നൈട്രജനെ അത് എന്താ നൈട്രേറ്റും നൈട്രൈറ്റും ഒക്കെ ആയിട്ട് മാറ്റുന്നു. സോ ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ഒരു ഓക്സിജനൊക്കെ ആയിട്ട് പുതിയ ബോണ്ടൊക്കെ ഫോം ചെയ്തിട്ട് നൈട്രേറ്റൊക്കെ ആക്കി മാറ്റുന്നു. അപ്പോൾ നൈട്രൈറ്റ് ഫോമിലൊക്കെ ആണെങ്കിൽ പ്ലാന്റ്സിനെ അബ്സോർവ് ചെയ്യാനും അതിനെ യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ ഒരു ഫോമിലേക്കുള്ള മാറ്റം, അപ്പോൾ ഈ N2 ഫോമിലുള്ള നൈട്രജനെ ഈ നൈട്രൈറ്റൊക്കെ ആയിട്ട് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അമോണിയൊക്കെ ആയിട്ട് മാറ്റുമ്പോൾ ഒരു എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ, ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എനർജി, ഒരു ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് ഫോം ചെയ്ത് വെച്ചേക്കുന്ന അത്രയും എനർജി റിലീസ് ചെയ്യാണ്. സോ ആ എനർജീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നടത്തുന്ന കുറച്ച് ടൈപ്പ് ഓഫ്
എന്താ ആൾക്കാരാണെന്ന് പറയുന്നത് കീമോട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. മെയിൻലി ബാക്ടീരിയാസ് ഒക്കെ ആട്ടോ, അസറ്റോബാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ബാക്ടീരിയ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. പയർ ചെടിയുടെ റൂട്ടിലൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്താ, ഹെട്രോട്രോപ്സ് ഓർ കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്നവരാണ് ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ, അതിനെ മേടിച്ച് ഉപയോഗിക്കുന്നവരാണ്. ഇവരുണ്ടാക്കിയ ഫുഡിനെ ഉപയോഗിച്ചിട്ട് എന്താ ജീവൻ നിലനിർത്തുന്ന ആൾക്കാരെയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരെയാണെന്ന് പറയുന്നത് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. അതായത് ദ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് പ്രൊഡ്യൂസേഴ്സ് ഫോർ ദെയർ ലൈഫ്, അല്ലേ? അങ്ങനെയുള്ള ഹെട്രോട്രോപ്പുകളെ നമുക്ക് മെയിനായിട്ടും 3 ക്ലാസ്സായിട്ട് തിരിക്കാം. ഓക്കെ, ജനറലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഹെട്രോട്രോപ്സ് ജനറലി മനസ്സിലാക്കിയാലും മതി. അതിൽ മെയിനായിട്ടും വരുന്നത് ഫാഗോട്രോപ്സ്, സാപ്രോട്രോപ്സ് ഓർ ഓസ്മോട്രോപ്സ് എന്ന് പറയാം. ദെൻ മൂന്നാമത്തെയാണ് പാരസൈറ്റ്സ്. ഇതെന്തൊക്കെയാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കേസ് തന്നെയാണ്. ഫാഗോട്രോപ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഓൾസോ കോൾഡ് മാക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറയാറുണ്ട്, ആർ ദ ഹെട്രോട്രോപ്സ് വിച്ച് പ്രൊക്യൂർ ന്യൂട്രിയൻ്റ് എനർജി ബൈ ഇൻജസ്റ്റിംഗ് ഓർഗാനിക് മാറ്റർ. എന്താണ്? ഓർഗാനിക് മാറ്ററുകളെ കഴിക്കുന്നതിലൂടെ നറിഷ്മെൻറ്റ് കിട്ടുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഹെട്രോട്രോപ്സ്, അല്ലേ? ഇപ്പോൾ ഒരു ലീഫിൽ ഫുഡ് സ്റ്റോർ ചെയ്തത് ഒരു ഓർഗാനിക് മാറ്ററാണ്, അല്ലേ? ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ, കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ചോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ പ്രോട്ടീനായിട്ടോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കുതിര പോയിട്ട് ആ ഒരു ഗ്രാസ് കഴിക്കുന്നു. ആ ഗ്രാസിൻ്റെ ലീഫിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ എനർജി ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റോ മറ്റോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ എനർജീനെയാണ് അവർ കഴിച്ചിട്ട് ആ എനർജീനെ അതിൻ്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്കും ഹീറ്റ് റിഡക്ഷനും അങ്ങനെ പല ആവശ്യങ്ങളിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആ എനർജീനെ യൂസ് ചെയ്യുന്നു, അല്ലേ? കുറച്ച് എനർജി അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുതിരേനെ സിംഹം കഴിക്കുവാണെങ്കിൽ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് സിംഹത്തിന് കിട്ടുക. അപ്പോൾ അതിനൊരു പെർസെൻറ്റേജ് പറയുന്നുണ്ട് കേട്ടോ. ടോട്ടൽ സോളാർ ലൈറ്റ് നമ്മുടെ ഭൂമിയിൽ വരുന്നതിൻ്റെ 1% പ്ലാന്റ്സിന് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫിക്സ് ചെയ്തതിൻ്റെ 1% നെക്സ്റ്റ് ലെവൽ ഹെർബിവോർസിന് കിട്ടുകയുള്ളൂ. ഹെർബിവോർസിന് കിട്ടിയ എനർജിയുടെ 1% മാത്രമേ കാർണിവോർസിന് കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ആ സിസ്റ്റം പിരമിഡ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഫാഗോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓർഗാനിക് മാറ്ററിന് ഡയറക്റ്റായിട്ട് ഇൻജസ്റ്റ് കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിലൂടെ ഓറലായിട്ട് കഴിച്ചിട്ട് അതിന് മെറ്റാബോളിക് ആക്ടിവിറ്റികളൊക്കെ കിട്ടുന്ന, അല്ല മെറ്റാബോളിക് ആക്ടിവിറ്റിക്കും വർക്കിനൊക്കെ വേണ്ടിയിട്ട് ആ എനർജി യൂസ് ചെയ്യും. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്, ഡെട്രിവോറസ് എന്നൊക്കെ പറയുന്ന എല്ലാം എന്താണ്, ഈ ഫാഗോട്രോപ്സാണ്. എന്താ ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ ഹെർബ്സിനെ അല്ലെങ്കിൽ പ്ലാന്റിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാന്റിനെ ഭക്ഷിച്ചിട്ട് ജീവിക്കുന്ന ജീവികളാണ് എന്ത്, ഹെർബിവോറസ് എന്ന് പറയുന്നത്. കാർണിവോറസ് എന്താ, ഹെർബിവോറസിനെ കഴിക്കുന്നവർ, അല്ലേ? ഹെർബിവോറസ് ഇപ്പോൾ എന്താ, ഇപ്പോൾ ലയൺ ഒരു കാർണിവോറാണ്, അല്ലെങ്കിൽ ടൈഗർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്താണ്, കാർണിവോറാണ്. ഹെർബിവോസിനെ ഫീഡ് ചെയ്യുന്നവരാണ് കാർണിവോസ്. ദെൻ അടുത്തൊരു കൂട്ടരുണ്ട് ഒംനിവോസ്. ഹ്യൂമൻസ് ആർ ഒംനിവോസ്. എന്താ, മിശ്ര ബുക്കുകൾ എന്നൊക്കെ നമ്മൾ പറയും. സസ്യബുക്ക്, മാംസബുക്ക്, മിശ്ര ബുക്ക്. എന്താ, ദേ ഫീഡ് ഓൺ ദ ബോത്ത്, ഹെർബ്സിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയും ഫീഡ് ചെയ്യും, അതേസമയം തന്നെ എന്താ ആനിമൽസിനെയും ഫീഡ് ചെയ്യും. മാംസവും കഴിക്കും, സസ്യവും കഴിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത്, ഓംനിവോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ നമ്മളങ്ങനെയല്ലേ ചോറ് കഴിക്കുന്നു. ചോറ് എന്താണ്, ഇറ്റ്സ് എ പ്ലാന്റ്. ചോറ് ചിക്കൻ കറി കൂട്ടി കഴിക്കണമെങ്കിലോ നമ്മളിപ്പോൾ എന്തായി, ഒരു കാർണിവോറസ് കം ഹെർബിവോറായി. അപ്പോൾ സംഭവം എന്താണ്, നമ്മൾ ഒംനിവോസ് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. ഈ ഡെട്രിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് ഓർഗാനിക് മാറ്ററിനെ എടുക്കുന്നത്, അല്ലേ? അപ്പോൾ മെയിനായിട്ടും അത് മനസ്സിലാക്കുക. ലിട്രീഷ്യസ് ആയിട്ടുള്ള ചീഞ്ഞു പോകുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്നവരാണ് അങ്ങനെയുള്ളവർ. ദെൻ സെക്കൻഡാണ് സാപ്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഇവരാണ് മെയിൻ ക്ലാസ്. ആ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് തന്നെ മാത്രമായിട്ട് ഓർഗാനിക് ന്യൂട്രിയൻറ്റ് അബ്സോർവ് ചെയ്യുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ ഫംഗസുകളൊക്കെ അല്ലെങ്കിൽ കൂണൊക്കെ എന്തിനകത്ത് വരുന്നതാണ്, ഈ സാപ്രോട്രോപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓസ്മോട്രോപ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി വരുന്നവരാണ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ്ങിനായിട്ട് ഓർഗാനിക് ന്യൂട്രിയൻസിനെ എല്ലാം അബ്സോർവ് ചെയ്തിട്ട് ജീവിക്കുന്ന ജീവികളെല്ലാം കൂടെ എന്ത് പറഞ്ഞത്, സാപ്രോട്രോപ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു എന്താ, പാരസൈറ്റ് എന്ന് പറഞ്ഞു. പാരസൈറ്റ് നമുക്കെല്ലാം അറിയാം. എന്താ, ഓർഗാനിസം വിച്ച് ലീവ് ഓൺ അതർ ഓർഗാനിസംസ്, അല്ലേ? മറ്റുള്ള ഓർഗാനിസത്തിൽ ജീവിച്ചിട്ട് അവരിൽ നിന്ന് എന്താ ന്യൂട്രിയൻസും ഷെൽറ്റേഴ്സും ഒക്കെ എടുത്തിട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനത്തെ പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, അല്ലേ? മറ്റുള്ള ജീവികൾ ജീവിക്കുന്ന അനിമൽസ് ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ മറ്റുള്ള ജീവികൾ ജീവിക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. പാരസൈറ്റിക് ആയിട്ടുള്ള പല പ്ലാന്റുകളും പല ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ എന്താ പാരസൈറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചത്. അതായത് മറ്റൊരു പ്ലാന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പോൾ എന്താ സാൻഡിൽ
ചന്ദന മരങ്ങളൊക്കെ എന്ന് പറഞ്ഞൊരു പാരസൈറ്റാണ് അല്ലേ. അതെന്താ ചെയ്യുന്നത്, അതിൻ്റെ റൂട്ടുകൾ മറ്റു മരങ്ങളുടെ റൂട്ടിനെ പെനിട്രേറ്റ് ചെയ്ത് അകത്ത് കയറിയിട്ട് അത് വലിച്ചെടുക്കുന്ന വാട്ടർ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർവ് ചെയ്തിട്ടാണ് ചന്ദനം വളരുന്നത്. സോ കൈൻഡ് ഓഫ് പാരസൈറ്റിസം. അതുപോലെ ഇപ്പോൾ നമ്മുടെ തലയിലെ പേന് അല്ലേ, അവർ ഷെൽറ്ററിനും ഫുഡിനും ഒക്കെ എന്താ നമ്മുടെ തല അതിൽ രക്തം കുടിക്കുന്നു. അങ്ങനെ എന്ന് പറയുന്ന പോലെ എല്ലാ ജീവികളിലും, ഇവനിപ്പോൾ ഒരു സ്ലോത്തിനകത്തൊക്കെയാണ്, ചില സ്ലോത്തൊക്കെ ഉണ്ട്, സ്ലോത്തിൻ്റെ ഒക്കെ ദേഹത്ത് ആൽഗ വളരും. അത് രോമത്തിലൊക്കെ ഇങ്ങനെ ആൽഗ വളർന്നിട്ട് അവർ ഫുൾ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ആ സ്ലോത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പാരസൈറ്റുകൾ എന്താ മറ്റ് ജീവികളെ നേരിട്ട് ആശ്രയിച്ചിട്ട് അവരിന്ന് ഈ ഓർഗാനിക് മാറ്റേഴ്സിനെയും ഷെൽട്ടറും എല്ലാം ഊറ്റിയെടുത്ത് ജീവിക്കുന്ന കൈൻഡ് ഓഫ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലാണ് മെയിനായിട്ട് ഹെട്രോട്രോപ്സ് അല്ലെ കൺസ്യൂമേഴ്സ് വരുന്നത്. ഇനി ഇതല്ലാതെ വേറൊരു കാറ്റഗറി ഉണ്ട്, എന്താ ഡീകമ്പോസേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാറ്റഗറിയാണ് ഡീകമ്പോസേഴ്സ്. അവരെന്താ ചെയ്യുന്നത്, ഡെഡായിട്ടുള്ളതിനെ ഡീകമ്പോസ് ചെയ്യുന്നു അല്ലേ. ഈ ജീവിജാലങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ബിൽഡപ്പ് ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതുപോലെ മാക്രോ മോളിക്യൂൾ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ഉണ്ട്. ഈ ഓർഗാനിക് മാറ്റർ വീണ്ടും മണ്ണിലേക്ക് തന്നെ ചേർക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബോഡീനെ അലിയിച്ച് ആ മണ്ണിൽ ഇനോർഗാനിക് മാറ്ററുകളായിട്ട് മാറ്റുന്ന ആ ഒരു ജീവജാലങ്ങൾ ഇല്ലേ. ഇപ്പോൾ ലൈക്ക് എർത്ത് വേംസ് അല്ലെങ്കിൽ പല വോംസ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മില്ലിപ്പീഡ്, സെൻറ്റിപ്പീഡൊക്കെ, അങ്ങനത്തെ ജീവികളെല്ലാം എന്താണ് ഡീകമ്പോസേഴ്സിൽ വരുന്ന ജീവികളാണ്. അതെല്ലാം ഇതുപോലെ ഡെഡായിട്ടുള്ള ജീവികളെ ഡീകമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഓർഗാനിക് മാറ്ററിനെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇതൊരു സൈക്ലിംഗ് ആണ്. അത് വീണ്ടും പ്ലാന്റ് അബ്സോർവ് ചെയ്യുകയും വീണ്ടും ഇതേ ചെയിനിൽ കൂടെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നു. സോ അതിനുള്ളവരാണ് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ എന്താ, ഈ ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അല്ലേ. നശിക്കുന്നതെല്ലാം കൂടെ ഇവിടെ കൂടി കിടന്നിട്ട് എന്താണ് ഭൂമി മൂടിപ്പോയേനെ. അപ്പം അങ്ങനെ പോകരുത്. നശിക്കുന്നതെല്ലാം കൂടെ ഇങ്ങനെ വീണ്ടും ഈ സൈക്കിളിൻ്റെ പാർട്ടായി മാറണം. അതിന് വേണ്ടിയിട്ട് മെയിൻ പാർട്ടായിട്ട് പണിയുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടരാണ് ട്രാൻസ്ഫോമേഴ്സ്. ഇത് എക്സ്പെഷ്യലി കുറച്ച് ബാക്ടീരിയസും മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് ട്രാൻസ്ഫോമേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഡീകമ്പോസേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഓർഗാനിക് മാറ്റി. ഇപ്പോൾ ഒരു ബോഡീനെ ഡീകമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ലിപ്പിഡ്സ് കിട്ടുമായിരിക്കാം, കുറേ പ്രോട്ടീൻസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മണ്ണിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇച്ചിരി ബിഗ്ഗർ ബയോമോളിക്കുളാണ് അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അതിനെ കുറച്ചുകൂടെ സ്മോൾ ഇപ്പോൾ എന്തായാലും ഒരു പ്രോട്ടീൻ ആണെങ്കിൽ അതിൻ്റെ സ്മോൾ അമിനോ ആസിഡ്സ്, അല്ലെങ്കിൽ അതിനെയും പിന്നെ സ്മോൾ ചെയ്തിട്ട് കാർബണായിട്ട് ഹൈഡ്രജനായിട്ടും അങ്ങനെ ഒരു കൺവേർഷൻ നടത്താൻ ശേഷിയുള്ള ആൾക്കാരാണിത് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇത് വീണ്ടും ഇനോർഗാനിക് മാറ്ററായിട്ട്, അതായത് കാർബണും അമോണിയൊക്കെ മാത്രമായിട്ട് മണ്ണിലേക്ക് ലയിച്ച് ചേരുകയാണ്. അതിനെ വീണ്ടും ഈ ഒരു ബയോജിയോ കെമിക്കൽ സൈക്കിളിൻ്റെ പാർട്ടായി മാറുന്നു. പ്ലാന്റ്സ് അബ്സോർവ് ചെയ്യുന്നു. അത് വീണ്ടും ഫുഡിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. അത് വീണ്ടും മറ്റ് ജീവികളിലേക്ക് ചെല്ലുന്നു, അവർ ഡെഡ് ആവുന്നു. ഇത് ഈ സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം ഉൾപ്പെടുന്ന, അതായത് ഈ ഒരു ബയോജിയോ കെമിക്കൽ സൈക്കിളും ഈ ഒരു എനർജി ഫ്ലോയും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും അതുപോലെ അബയോട്ടിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു കൂട്ടത്തെ, ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത് എക്കോ സിസ്റ്റം എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. അപ്പോൾ എക്കോ സിസ്റ്റം എന്നാന്ന് ജനറലി നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ കമ്പോണൻറ്റുകളൊക്കെ എന്നാന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ്സുകൾക്കെല്ലാം ശേഷം ഒരു 3-4 ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ് വിളിച്ചിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഈ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വന്ന് ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.